വ്യഭിചാരം ഒരാൾ ചെയ്താലും അയാൾ നരകത്തിൽ പ്രവേശിച്ചാൽ തന്നെയും അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ട്, തൗഹീദുണ്ട് എങ്കിൽ. എന്നാൽ ഒരാൾ ശിർക്ക് ചെയ്താൽ അയാൾ ഒരു ദിവസം പോലും വ്യഭിചരിച്ചിട്ടില്ല എങ്കിലും ഒരിക്കൽ പോലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഒരു ദിവസം പോലും. എന്താണ് അതിൻ്റെ ഗൗരവം? അല്ലാഹു അല്ലാത്തവരെ ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹു അല്ലാത്തവരോട് സഹായത്തേട്ടം നടത്തിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ, ശിർക്കിലായിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ ഒരു ദിവസം പോലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിൽ താഴെയുള്ള എന്തെല്ലാം തിന്മകൾ അയാൾ ചെയ്താലും അയാൾക്ക് തൗഹീദുണ്ട് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ അഹബ്ബു ഇലൈ മിൻ അൻ അഹ്ലിഫ ബിഗൈരില്ലാഹി സാദിഖ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ കള്ളസത്യം ചെയ്യുന്നതാണ് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ശരിയായി സത്യം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം. അല്ലാഹു തന്നെ സത്യം എന്ന് പറഞ്ഞിട്ട് കളവ് പറയുന്നതാണ്, ബദരീങ്ങൾ തന്നെയാകുന്നു സത്യം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം. എന്താ കാരണം? ഒന്ന് തിന്മയാണ്, വൻ പാപമാണ്. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളസത്യം ചെയ്യുക എന്നത് ഗുരുതരമായ തിന്മയാണ്. പക്ഷേ അതിനേക്കാൾ ഗൗരവമുള്ളതാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഒരു ഉറുക്ക് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. കാര്യം നിസ്സാരമല്ല, ഗൗരവമുള്ളതാണ്. 10 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി വന്നു നിൽക്കുന്നു, മുസ്ലിമാകാൻ വേണ്ടി വന്നു നിൽക്കുന്നു. സഹാബികൾ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ 10 പേർ മുസ്ലിമാകാൻ വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 പേർക്ക് ബൈഅത്ത് ചെയ്തു, ഒരാൾക്ക് ബൈഅത്ത് ചെയ്തില്ല, അയാൾ അകറ്റി നിർത്തി. സഹാബികൾ ചോദിച്ചു, ബൈഅത തിസ്അൻ ഉതറക്ത ഹാദാ. 9 പേർക്ക് ബൈഅത്ത് ചെയ്തല്ലോ നബിയെ, ഇയാളെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈഹി തമീമ. അവൻ്റെ കയ്യിൽ, അവൻ്റെ ശരീരത്തിൽ ഒരു ഉറുക്കുണ്ട്, അതവൻ ഊരിക്കളയട്ടെ. നോക്കൂ നിങ്ങൾ, ഇക്കാലഘട്ടത്തിലെ രാഷ്ട്രീയം പറയുകയാണ് എങ്കിൽ, ഈ കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡിപ്ലോമാസികൾ പറയുകയാണ് എങ്കിൽ, അല്ലേ, അവനൊക്കെ പിന്നെ മാറ്റി കൊടുക്കാം നമുക്ക്, അതൊക്കെ ശാഖാപരമായ വിഷയം, നമ്മളിപ്പോൾ അംഗബലം കൂട്ടേണ്ട സമയമാണ്, അല്ലേ. ശരീരത്തിന് മുകളിൽ തലയുണ്ടാകുമോ എന്ന ചർച്ച നടക്കുന്ന സമയത്ത് തലക്കുള്ളിൽ കെട്ടിയ ഏലസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വിഡ്ഢിത്തമാണ് എന്ന് പറയുന്ന ദീനിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഗൗരവമായി കണ്ടത് ശിർക്കാണ്. അത് ഈ ഉമ്മത്ത് മാറ്റി നിർത്തിയാലല്ലാതെ വിജയിക്കുകയില്ല.